സംസ്ഥാനത്ത് വലിയ മഴക്കെടുതി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അതിനെ സംബന്ധിച്ച് ഔദ്യോഗിക വിവരം കൊടുക്കേണ്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു മുന്നറിയിപ്പ് നൽകിയത് ഇന്ന് രാവിലെ 9:23 ദേ നോക്കിയേ, ഇതാണ് ആ പോസ്റ്റ്. ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2:23 4 മണിക്കൂർ കുറച്ചാൽ ഏകദേശം രാവിലെ 9:23 മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് ഇതിനകത്ത് തന്നെ ഒരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ട്. ദേ നോക്കിയേ, മുന്നറിയിപ്പാണിത്. ഈ പോസ്റ്റ് വരുന്ന സമയം 1/8/2026 9:23 AM. ഔദ്യോഗികമായി അവകാശപ്പെടുന്ന സമയം 1/8/2026 7 AM. അതായത് 1-ാം തീയതിയിലുള്ള മുന്നറിയിപ്പ് അന്നേ ദിവസം രാവിലെ 7 മണിക്ക് നൽകി വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എപ്പോഴാണ് നൽകേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിക്കൂ. 1-8 ആരംഭിക്കുന്നത് അർദ്ധരാത്രി 12 മണി മുതലാണ്. അന്നത്തെ ദിവസത്തെ കാലാവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് എല്ലാ ദുരന്തവും ഉണ്ടായതിനു ശേഷം രാവിലെ 9:23 മഴക്കെടുതി ഉണ്ടായി എന്നുള്ള രീതിയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ സെക്രട്ടറിമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കും. 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ യോഗം റവന്യൂ മന്ത്രി വിളിച്ചിട്ടുണ്ട്. NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉരുളും പൊട്ടി ജീവനെല്ലാം പോയി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിയിപ്പിന്റെ ഒരു രീതിയാണ്. സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ മുഖ്യമന്ത്രി പുലർച്ചെ തന്നെ എണീറ്റ് അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തുക ആണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് രാവിലെ ഒരു 6 മണിക്കോ 5 മണിക്കോ എങ്കിലും ഉണർന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഭരണ സംവിധാനത്തിന്റെ വീഴ്ച എവിടെ തുടങ്ങുന്നു എന്നതിന് ഉത്തരമാകുന്നത്. ഇത് പലർക്കും ഇനി രാഷ്ട്രീയ പോസ്റ്റായി പരിഗണിക്കേണ്ടതില്ല. ഇന്ന് 9:23 മുന്നേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ലോട്ടറി ടിക്കറ്റുകാർക്ക് 1000 രൂപ ഉത്സവ ബത്ത പ്രഖ്യാപിച്ച കാര്യം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. അതിനു മുന്നോടിയായിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിട്ടത് വയനാടാണ്. ബാക്കി സമയങ്ങളിലെല്ലാം PR ക്യാമറകളുമായി നാലുപാടും തിരിയുന്നിടത്തെല്ലാം ഫോട്ടോഷൂട്ട് വെച്ച് അഭിനയിച്ച് നടക്കുന്ന മുഖ്യമന്ത്രി എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മഴ മുന്നറിയിപ്പ് കൊടുക്കാൻ സ്വന്തം ഫേസ്ബുക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഓഫീസിൽ